നോക്കിക്കേ, നമ്മൾ എന്നും ക്ലാസ് മുറിയിൽ ഇരുന്നല്ലേ പഠിക്കുന്നേ അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് പ്രകൃതിയിൽ ഇറങ്ങി പ്രകൃതിയെ നിരീക്ഷിക്കാം. പ്രകൃതിയിൽ ഇറങ്ങി പ്രകൃതിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമുക്കിന്ന് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ? അതുകൊണ്ട് അതെ മക്കളെ, പ്രകൃതിയാണ് നമ്മുടെ സ്വന്തം അമ്മ അല്ലേ? നമ്മൾ പ്രകൃതിയിലെ മക്കളാണ്. പ്രിയപ്പെട്ട മക്കളെ, ഞാനാണ് നിങ്ങളുടെ ഭൂമിയമ്മ. നിങ്ങൾ ഓടിക്കളിക്കുന്ന മണ്ണും നിങ്ങൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും എന്നിലാണ്. എന്നാൽ ഇന്ന് എൻ്റെ ഹൃദയം വല്ലാത്ത വേദനയിലാണ്. ഒരിക്കൽ എൻ്റെ പുഴകൾ പാട്ടുപാടിയിരുന്നു, എൻ്റെ കാടുകൾ കാറ്റിനൊപ്പം നൃത്തം ചെയ്തിരുന്നു, പക്ഷികൾ സന്തോഷത്തോടെ പറന്നിരുന്നു. പക്ഷേ ഇന്ന് പുഴകളിൽ മാലിന്യങ്ങൾ നിറയുന്നു, മരങ്ങൾ മുറിക്കപ്പെടുന്നു, വായു മലിനമാകുന്നു. നിങ്ങൾ കുട്ടികളാണ്, ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങൾ. നിങ്ങൾ എന്നെ സംരക്ഷിക്കും എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം ഭൂമിയമ്മ. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും ഭൂമിയമ്മയെ രക്ഷിച്ചാലോ? നമ്മൾക്ക് എല്ലാവർക്കും ഒരു മരം നട്ടാലോ? നമുക്കൊന്ന് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗങ്ങൾ കുറച്ചാലോ? നമുക്ക് വേണം പഴക്കാതിരുന്നാലോ? ശരിയാ. നമുക്ക് ഫോണും പരിസരം നമുക്ക് എല്ലാവർക്കും വൃത്തിയാക്കിയാലോ? നമുക്ക് എല്ലാവർക്കും ഭൂമിയമ്മയെ രക്ഷിക്കാം. പരിസ്ഥിതി ദിനമാണെന്നൊക്കെ അറിയാമല്ലോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരിസ്ഥിതി ദിനത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പേരത്തൈ തന്നായിരുന്നു. അതിൽ നട്ടു വെച്ചായിരുന്നോ? അതിൽ കായൊക്കെ ഉണ്ടായോ? ഈ പ്രാവശ്യം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് തരുന്നത് നിങ്ങളുടെ സ്കൂളുമായിട്ട് ഞങ്ങൾ എപ്പോഴും സഹകരിക്കുന്നത് എന്നാ ചോദിച്ചാൽ നിങ്ങൾ നല്ല പിള്ളേരായതുകൊണ്ടാണ്. നിങ്ങൾ ഇവിടെ പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ വേസ്റ്റ് വാങ്ങുന്നതൊന്നും ഇടുന്നില്ല. ടീച്ചറൊക്കെ പറയുന്നതൊക്കെ കേട്ട് നമ്മൾ നല്ല പിള്ളേരായിട്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് കൂടുതൽ സ്നേഹം. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും എല്ലാ വർഷവും വേറെ സ്കൂളിലൊന്നും പോകാതെ ഈ വർഷം ഈ സ്കൂളിലോട്ട് തന്നെ വരുന്നത്. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ ഇതുപോലെ നല്ലതായിട്ട് സൂക്ഷിച്ച് നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ പരിസരം സൂക്ഷിക്കുക. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ് അല്ലേ? അപ്പം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തിലെ പരിസരങ്ങളും ഒക്കെ നമ്മൾ മാലിന്യമുക്തമാക്കി സൂക്ഷിക്കണം. കടലാസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകളൊന്നും നമ്മൾ വലിച്ചെറിയാതെ എല്ലാവരും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം കേട്ടോ.
ഒതുങ്ങാതെ പ്രവൃത്തിയിലൂടെ ആവണം എന്ന് തെളിയിക്കുകയാണ് കമ്പലക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ. പ്രകൃതി നമ്മുടെ ഭാവിയാണ്, പ്രകൃതി നമ്മുടെ ജീവിതമാണ്. പ്രകൃതിയെ സ്നേഹിക്കാം, സംരക്ഷിക്കാം, അങ്ങനെ നല്ലൊരു നാളെയെ സൃഷ്ടിക്കാം. ഏവർക്കും പരിസ്ഥിതി ദിനാശംസകൾ.